ഹലോ ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് സബ് എഞ്ചിനീയറിന്റെ മോഡ്യൂൾ വൈസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതാണ് സബ് എഞ്ചിനീയറിന്റെ ഫസ്റ്റ് മോഡ്യൂൾ. ഫസ്റ്റ് മോഡ്യൂളിൽ മെയിൻലി നെറ്റ്വർക്ക് അനാലിസിസ്, ഇലക്ട്രോ മാഗ്നറ്റിക്സ് ആൻഡ് മെറ്റീരിയൽസ് ആണ്. പിന്നെ മെഷർമെന്റ്സ് ഉണ്ട്, അത് വേറൊരു മൊഡ്യൂളിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ 3 കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. ഏതൊക്കെ? സർക്യൂട്ട് അനാലിസിസ്, ഇലക്ട്രോ മാഗ്നറ്റിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. ഇന്ന് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി ഓൺ സർക്യൂട്ട് അനാലിസിസ്. അപ്പൊ സർക്യൂട്ട് അനാലിസിസിലെ 10 ചോദ്യങ്ങളും ആയിട്ടാണ് നമ്മുടെ സെഷൻ. So let's get started. So question number 1. The resistance of wire A of a given length and diameter is 1 ohm. Okay, resistance of wire A, അതായത് RA is 1 ohm. Find the resistance of wire B with half the length and same diameter as that of wire A. It is given that specific resistance of wire B is 10 times that of wire A. അപ്പോൾ ഈ ഒരു ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല ഏതാണ്. ഇറ്റ് ഈസ് R = ρl/A അല്ലെ. R = ρl/A. ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. സോ വി വിൽ സോൾവ് ഇറ്റ്. ആദ്യം റെസിസ്റ്റൻസ് ഓഫ് വയർ എ. ആർ എനെ എനിക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ρA/LA/A അല്ലേ. അതേപോലെ ആർ ബി എന്താണ്? ഇറ്റ് വിൽ ബി ρB/LB/AB. ഇതാണ് RA ആൻഡ് RB. ഇനി ഈ രണ്ട് റെസിസ്റ്റൻസിനെയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ഐ ആം ഡൂയിങ് ഈസ് RA/RB. അപ്പോ ρA/LA/AA/RB. അപ്പോ ρB/LB/AB. നമ്മുടെ ചോദ്യത്തിൽ എന്താണ്? ഹാഫ് ദ ലെങ്ത് ആൻഡ് സെയിം ഡയമീറ്റർ. ഡയമീറ്റർ സെയിം ആണ്. ഡയമീറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ ഏരിയ എന്തായിരിക്കും? ഏരിയ വിൽ ബി സെയിം. അപ്പൊ ഈ ഏരിയനെ ഐ ഹാവ് എലിമിനേറ്റഡ്. സോ RA/RB എന്തായി? ഇറ്റ് ഈസ് ρA/LA/ρB/LB. ഇനി എന്തൊക്കെയാണ് ചോദ്യത്തിൽ? സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് വയർ ബി ഈസ് 10 ടൈംസ് ദാറ്റ് ഓഫ് എ. അതായത് വയർ ബിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് ρB 10 ടൈംസ് ദാറ്റ് ഓഫ് എ. ആൻഡ് വയർ ബി വിത്ത് ഹാഫ് ദ ലെങ്ത് ഓഫ് വയർ എ. അപ്പോ LB, ലെങ്ത് ഓഫ് വയർ ബി എന്താണ്? ലെങ്ത് ഓഫ് വയർ എന്റെ ഹാഫ് ആണ്. അപ്പൊ ഈ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് RA/RB is equal to ρA/LA/ρB. ρB എന്താണ്? ഇറ്റ് 10 ρA. LB എന്താണ്? ഇറ്റ് ഈസ് LA/2 നമ്മളെ ന്യൂമറേറ്ററിലേക്ക് പോകും. അപ്പോ ഇവിടെ റോ എ ക്യാൻസൽ, LA cancel. So RA/RB will be equal to 2/10, that is equal to 1/5. അതായത് RB എന്തായിരിക്കും? RB will be 5 times RA, and it is given in the question that the value of RA is 1 ohm. So what will be RB? RB will be 5 ohm. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ RB is 5 ohm. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും ഇവിടെ എന്താണ് ഓർത്ത് വെക്കേണ്ട ഫോർമുല? ഈ ഒരു ഫോർമുല മാത്രമാണ് നമ്മൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് അല്ലെ. R = ρl/A. ഇനി ഒന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങൾ അല്ലാണ്ട് വേറൊരു ടൈപ്പ് ചോദ്യമാണ്. ഒരു വയറിനെ സ്ട്രെച്ച് ചെയ്തു, സ്ട്രെച്ച് ടു ഡബിൾ ഇറ്റ്സ് ലെങ്ത്. അങ്ങനത്തെ ഒക്കെ ഒരു ചോദ്യം വരെ ആണെങ്കിൽ, സ്ട്രെച്ച് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം വരികയാണെങ്കിൽ അവിടെ കൺസിഡർ ചെയ്യേണ്ട പോയിന്റ് ആണ് വോള്യൂം വിൽ ബി സെയിം, വോള്യൂം വിൽ ബി എ കോൺസ്റ്റന്റ്. ഓക്കെ. ഈ ചോദ്യത്തിനെ പറ്റിയല്ല പറയുന്നത്. ഇതേ ഫോർമുല യൂസ് ചെയ്തിട്ട് വേറൊരു ചോദ്യം വരികയാണെങ്കിൽ, ലൈക്ക് ദ വയർ ഈസ് സ്ട്രെച്ച്ഡ് ടു ഡബിൾ ഇറ്റ്സ് ലെങ്ത്, അങ്ങനത്തെ ഒരു ചോദ്യം വരികയാണെങ്കിൽ
നമ്മൾ ഓർത്ത് വെക്കേണ്ട കൺസെപ്റ്റ് വോള്യൂം വിൽ ബി കോൺസ്റ്റന്റ്. സോ വോള്യൂം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലെ, ഏരിയ ഇൻറ്റു ലെങ്ത് വിൽ ബി എ കോൺസ്റ്റന്റ്. സോ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എയും എല്ലും തമ്മിലുള്ള റിലേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആൻഡ് ദെൻ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷനെ പറയുന്നത് ഡിസൈൻ ഫോർമുല ഓഫ് റെസിസ്റ്റൻസ് ആണ്. R is equal to rho L by A. അതേപോലെ ഇൻഡക്ടൻസിൻ്റെ ഇറ്റ് ഈസ് L is equal to mu n square A by L. അതുപോലെ കപ്പാസിറ്റർ സിന്റെ C is equal to epsilon A by D. അപ്പൊ ഈ മൂന്ന് ഫോർമുലാസ് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ മൂന്ന് ഫോർമുലയിലും എങ്ങനെയൊക്കെ ചോദ്യം വരാം? ഫോർ എക്സാമ്പിൾ ഇൻഡക്ടൻസിന്റെ നമ്പർ ഓഫ് ടേൺസ് ഈസ് ഡബിൾഡ് ഓർ നമ്പർ ഓഫ് ടേൺസിനെ 4 ടൈംസ് ആക്കിയാൽ ഇൻഡക്ടൻസിൽ എന്ത് മാറ്റം വരും? അങ്ങനെ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എക്സ്പെക്റ്റഡ് ആണ്. ഓക്കെ, നൗ വി വിൽ മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ഹി ഈസ് ആസ്കിംഗ്, the unit of temperature coefficient of resistance is. Temperature coefficient of resistance in the unit എന്താണെന്നാണ് ചോദ്യം. So we know what is equation. Equation is RT is equal to R into 1 plus alpha T. അല്ലെ, ഇവിടെ ആൽഫയാണ് എന്ത്? ഇറ്റ് ഈസ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ആൽഫന്റെ യൂണിറ്റ് ആണ് ചോദിക്കുന്നത് അല്ലെ. അപ്പോൾ വി നോ ദ യൂണിറ്റ് ഓഫ് R is ohm അല്ലെ, യൂണിറ്റ് ഓഫ് R is ohm. അപ്പോൾ സൈഡിലും ഓം ഉള്ളത് കൊണ്ട് അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 1 plus alpha T, 1 plus alpha T will be a unitless value അല്ലെ, unitless value. Again 1 has no unit, so alpha T is unitless. എന്താണ്? alpha T is unitless. We know the unit of T, അതായത് the unit of temperature is degree Celsius. So what will be the unit of alpha? Alpha and the unit degree Celsius inverse or 1 by degree Celsius ആയിരിക്കും alpha and the unit. So ഇവിടെ correct answer is degree Celsius inverse. Option D ആണ് ഇവിടെ correct answer വരുന്നത്. ഇതാണ് temperature coefficient of resistance in the unit. So let's move on to question number 3. The equivalent resistance across the terminals will be. ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. We have to find out the equivalent resistance. So നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്ക് ആണ് അല്ലേ. We are seeing a delta connected network and a resistance in parallel with the delta connected network. അപ്പോൾ ഈ ഡെൽറ്റ കണക്റ്റഡിനെ ആദ്യം സ്റ്റാർ ആക്കുക ആണെങ്കിൽ it will be more complicated. അതിനെക്കാട്ടിലും സിമ്പിൾ ആണ് എന്ത്? യു സി ഇവിടെ ഈ 3 ഓമും 6 ഓമും എന്താണ്? പാരലൽ ആണ് അല്ലേ. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ സെയിം പോയിന്റ്സ്. ഈ 2 പോയിന്റും ആയിട്ടാണ് ഈ 3 ഓം ആൻഡ് 6 ഓം കണക്ട് ആയിരിക്കുന്നത്. സോ അതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ അതായത് 3 ഓം പാരലൽ വിത്ത് 6 ഓം. സോ വാട്ട് ഈസ് 3 ഓം പാരലൽ വിത്ത് 6 ഓം? ഇറ്റ് ഈസ് 3 into 6 by 3 plus 6 അല്ലെ, RA/RB by RA plus RB. അപ്പോൾ ഇവിടെ 3 into 6 by 9 എന്ന് വരും അല്ലെ. അപ്പോൾ 3 ക്യാൻസൽ ആയാൽ സോ വി വിൽ ഗെറ്റ് ആൻസർ ആസ് 2 ohm. എന്ത്? 3 ohm in parallel with 6 ohm is 2 ohm. സോ ഈ നെറ്റ്വർക്കിനെ ഒന്നും റീഡ് ചെയ്താൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഇവിടെ 3 ohm, ഇവിടെ 2 ohm and ഇവിടെ 1 ohm. Okay, now you see ഈ 2 ohmഉം 1 ohmഉം എന്താണ്? This 2 ohm and 1 ohm are in series. 2 ohm and 1 ohm are in series. So 2 plus 1 is 3 ohm. So lastly what we are getting is 3 ohm parallel with 3 ohm അല്ലേ. ഈ ഒരു 3 ohmഉം ഇവിടെ 2 plus 1 3 ohm. So what we are getting is 3 ohm parallel with 3 ohm and 3 ohm parallel with 3 ohm will be 1.5 ohm അല്ലേ. So our answer is 1.5 ohm. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം സീരീസ് പാരലൽ അല്ലേ.
റെസിസ്റ്റൻസിന്റെ സീരീസ് പാരലൽ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സ്റ്റാർ ഡെൽറ്റ കണക്ഷൻസിൽ ഹൗ ഡു യു കൺവേർട്ട് ഫ്രം സ്റ്റാർ ടു ഡെൽറ്റ ആൻഡ് ഡെൽറ്റ ടു സ്റ്റാർ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഫൈൻഡ് ദ കറണ്ട് ഐ. സി, ഈ ഒരു കറണ്ട് ആണ് നമുക്ക് കാണേണ്ടത്, കറണ്ട് ഐ. ഇവിടെ 3 വോൾട്ടേജ് സോഴ്സ് ഉണ്ട് അല്ലെ, 3 വോൾട്ടിന്റെ 3 വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, പിന്നെ 1 ഓമിന്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സി, ഫോർ എ സിമ്പിൾ നെറ്റ്വർക്ക് ലൈക്ക് ദിസ്, അതായത് ഒരു വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്റൻസും മാത്രമായിരുന്നെങ്കിൽ, സംതിങ് ലൈക്ക് ദിസ്, 3 വോൾട്ട് ആൻഡ് 1 ഓം അല്ലെ. ഇവിടെ ഐ കാണാൻ ആയിരുന്നു ചോദ്യമെങ്കിൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അക്കോർഡിംഗ് ടു ഓംസ് ലോ ഐ വിൽ ബി വി ബൈ ആർ. ബി എത്രയാണ്? ഇറ്റ് ഈസ് 3/1. സോ ഐ ഈസ് 3 ആംപിയർ. ഇവിടെ ഈ സെയിം നെറ്റ്വർക്കിൽ നമ്മളൊരു എക്സ്ട്രാ വോൾട്ടേജ് സോഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ, സി, ഇവിടെ ഞാനൊരു വോൾട്ടേജ് സോഴ്സും കൂടെ ആഡ് ചെയ്തു എന്ന് അസ്യൂം ചെയ്യാം, 3 വോൾട്ട്. ശരിക്കും എന്ത് സംഭവിക്കും? ഈ ലോഡ് കറന്റ് എത്രയാണ്? ഇറ്റ് ഈസ് 3 ആംപിയർ അല്ലെ. ദിസ് ലോഡ് കറന്റ് ഈസ് 3 ആംപിയർ. ഈ 3 ആംപിയർ കൂടുമോ? ഹൗ ഡു യു നോ കി ഇവിടെ ലോഡ് കറന്റ് കൂടുകയാണോ അതോ സോഴ്സ് കറന്റ് കുറയാണോ? എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്? ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്, നിങ്ങളൊരു 3 വോൾട്ടിന്റെ ഒരു വോൾട്ടേജ് സോഴ്സ് ആഡ് ചെയ്താലും ഈ വോൾട്ടേജിന് മാറ്റമൊന്നുമില്ല അല്ലെ. ദ വോൾട്ടേജ് അക്രോസ് 1 ഓം റെസിസ്റ്റർ ഈസ് 3 വോൾട്ട്. അപ്പോൾ ആ വോൾട്ടേജിന് മാറ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ ദ ലോഡ് കറന്റ് ഐ വിൽ ബി 3/1, അതായത് 3 ആംപിയർ. 3 ആംപിയർ തന്നെ ആയിരിക്കും ഈ ഒരു റെസിസ്റ്റൻസിൽ കൂടെ ഫ്ലോ ചെയ്യുക. അപ്പോൾ ഈ 3 ആംപിയറിനെ ഈ 3 വോൾട്ടിന്റെ 2 വോൾട്ടേജ് സോഴ്സുകൾ ഈക്വൽ ആയിട്ട് ആയിരിക്കും സപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് ദിസ് വോൾട്ടേജ് സോഴ്സ് വിൽ ബി ഗിവിംഗ് എ കറന്റ് ഓഫ് 1.5 ആംപിയർ. അതുപോലെ തന്നെ ദിസ് വോൾട്ടേജ് സോഴ്സ് വിൽ ഓൾസോ ബി ഗിവിംഗ് എ കറന്റ് ഓഫ് 1.5 ആംപിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ ചോദ്യത്തിൽ? ഇവിടെ 3 വോൾട്ടേജ് സോഴ്സ് ഉണ്ട് അല്ലെ, 3 വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ബട്ട് വി നോ ദ കറന്റ്, ദിസ് കറന്റ് ഈസ് 3 ആംപിയർ അല്ലെ. ആ റെസിസ്റ്റൻസിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് 3 വോൾട്ട് ആണ്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസിൽ കൂടെ പാസ് ചെയ്യുന്ന കറന്റ് 3 ആംപിയർ ആണ്. സോ ഓരോരോ വോൾട്ടേജ് സോഴ്സുകൾ സപ്ലൈ ചെയ്യുന്ന കറന്റ് എത്ര ആയിരിക്കും? ഇറ്റ് വിൽ ബി 3/3. that will be equal to 1 ampere. So ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഇറ്റ് ഈസ് 1 ampere. This question is based on basic KCL and KVL. Okay, so that was question number 4. Let's move on to question number 5. Question number 5. The maximum power that a 10 volt DC source with an internal resistance of 5 ohm can supply to a resistive load is. So there is a voltage source with the value 10 volt അല്ലേ. 10 വോൾട്ടിന്റെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട് വിത്ത് ആൻ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് 5 ohm. 5 ohm can supply to a resistive load. ഇവിടെ ഒരു ലോഡാണ്, ദാറ്റ് ഈസ് റെസിസ്റ്റീവ്. ആ റെസിസ്റ്റീവ് ലോഡിന്റെ വാല്യൂ ഈസ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പൊ ചോദ്യം, ദ മാക്സിമം പവർ, ഈ ലോഡ് റെസിസ്റ്റൻസ് കൺസ്യൂം ചെയ്യുന്ന മാക്സിമം പവർ എന്താണെന്നാണ് ചോദ്യം. സോ വി നോ ദിസ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് MPPT അല്ലെ, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറി. സോ അക്കോർഡിംഗ് ടു മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറി, ഈ ലോഡ് റെസിസ്റ്റൻസിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് ഷുഡ് ബി ഈക്വൽ ടു സോഴ്സ് റെസിസ്റ്റൻസ്. സോ ഈ ആറിന്റെ വാല്യൂ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 5 ohm. ഓക്കെ, സോ വി ഗോട്ട് ദ വാല്യൂ ഓഫ് ആർ. അപ്പോൾ ഇനി ഈ 5 ഓമിൽ എത്ര പവർ ആണ് കൺസ്യൂം ആവുന്നത് എന്നാണ് ചോദ്യം. സോ വോൾട്ടേജ് ഇവിടെ 10 വോൾട്ട് ആണ്. 10 വോൾട്ട് ഈസ് ഈക്വലി ഷെയർഡ് ബിറ്റ്വീൻ 5 ohm ആൻഡ് 5 ohm അല്ലെ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വോൾട്ടേജ് ഡിവിഷൻ റൂൾ ആണ്. ബട്ട് ഇവിടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ സെയിം ആണ്. സോ റെസിസ്റ്റൻസിന്റെ വാല്യൂ സെയിം ആയതുകൊണ്ട് 10 വോൾട്ടിന്റെ ഹാഫ് വിൽ ബി അക്രോസ് ഈച്ച് റെസിസ്റ്റർ. അതായത്
ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് വിൽ ബി 5 ohm and ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് വിൽ ബി 5 ohm. Okay, so we got the voltage and we know the resistance value. അപ്പോൾ എന്തായിരിക്കും പവർ P? പവർ P will be V square by R and V എത്രയാണ് 5. 5 into 5 by R is 5. So answer will be 5 watt. അല്ലേ? Answer will be 5 watt. ഇത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറിയുടെ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 6. യെസ്, 2 inductance of values 8 Henry and 6 Henry are coupled by a mutual inductance of 1 Henry differentially. The net inductance of the circuit. അപ്പോൾ ഇത് ഇൻഡക്ടൻസിന്റെ കപ്ലിങ്ങിൽ വന്നിട്ടുള്ള ചോദ്യമാണ് അല്ലേ? അപ്പോൾ ഇൻഡക്ടൻസിനെ നമുക്ക് എങ്ങനെയൊക്കെ കപ്പിൾ ചെയ്യാം? വി ക്യാൻ കപ്പിൾ ഇറ്റ് ഇൻ ടു വേ. അതായത് നോക്കാം, ഇവിടെ ഒരു ഇൻഡക്ടൻസ്, ഇവിടെ ഒരു ഇൻഡക്ടൻസ്, ഇതാണ് അതിന്റെ ഡോട്ട് പൊളാരിറ്റി. ഇത് എന്ത് കപ്ലിംഗ് ആണ്? ഇവിടെ ഫ്ലക്സ് എന്താണ് സംഭവിക്കുന്നത്? ദിസ് ഈസ് എയ്ഡിങ്, മ്യൂച്വലി എയ്ഡിങ് ആയിരിക്കും അല്ലേ? അതായത് ആദ്യത്തെ ഡോട്ടിൽ കറണ്ട് എൻറ്റർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഡോട്ടിലും കറണ്ട് എൻറ്റർ ആണ് ചെയ്യുന്നത്. അതായത് രണ്ട് കോയിലും കറണ്ട് എന്താണ്? ഇറ്റ് ഈസ് എൻട്രിങ്. ദെയർഫോർ ദിസ് ഈസ് എ മ്യൂച്വലി എയ്ഡിങ് നെറ്റ്വർക്ക്. ഇനി ഡോട്ട് ഇവിടെ ആയിരുന്നെങ്കിൽ again this is mutually aiding, or it can be termed as cumulatively coupled. Okay, ഈ കേസിൽ ഫ്ലക്സ് എന്താണ്? ഇറ്റ് ഈസ് ആഡിങ്, ഫ്ലക്സ് ഈസ് എയ്ഡിങ് ഈച്ച് അതർ. ഇനി ഈ ഡോട്ട് ഒന്നിവിടെയും ആയിരുന്നെങ്കിൽ, ഓർ ഇഫ് ദ ഡോട്ട്സ് ആർ ലൈക്ക് ദിസ് അല്ലേ? അപ്പൊ ഇവിടെ യു ക്യാൻ സി കറണ്ട് ഒരു കോയിലിൽ എൻറ്റർ ആണ് ചെയ്യുന്നതെങ്കിൽ അല്ലെ, ഇവിടെ കറണ്ട് എൻറ്റർ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ ഡോട്ടിൽ കോയിൽ കറണ്ട് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ലീവിങ്. സോ ഇതുപോലത്തെ ഉള്ള കപ്ലിങ്ങിനെ നമ്മൾ പറയുന്നതാണ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യലി കപ്പിൾഡ്. ഇറ്റ് ഈസ് ഡിഫറൻഷ്യലി കപ്പിൾഡ്. ഇവിടെ ഫ്ലക്സ് എന്താണ്? പരസ്പരം ദ ഫ്ലക്സസ് ഒപ്പോസ് ഈച്ച് അതർ. സോ ഇവിടെ നെറ്റ് ഇൻഡക്ടൻസ്, എയ്ഡിങ്ങിന്റെ കേസിൽ നെറ്റ് ഇൻഡക്ടൻസ് വിൽ ബി L1 plus L2 plus 2M. ഒപ്പോസിങ്ങിന്റെ കേസിൽ നെറ്റ് ഇൻഡക്ടൻസ് വിൽ ബി L1 plus L2 minus 2M. ഓക്കെ, ഇതാണ് നെറ്റ് ഇൻഡക്ടൻസ് കാണാനുള്ള ഫോർമുല. അപ്പോൾ നമുക്ക് ഇവിടെ ചോദ്യത്തിൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫറൻഷ്യലി coupled അല്ലേ? സോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുല ഈസ് L1 plus L2 minus 2M. So what is the value of L1 and L2? It is 8 Henry and 6 Henry. So net inductance is 8 plus 6 minus 2 into M. M is mutual inductance is 1 Henry. So 8 plus 6 is 14. 14 minus 2 is 12 Henry. So the answer is A, 12 Henry. Okay, ഇതാണ് കൺസെപ്റ്റ് ഓഫ് മ്യൂച്വൽ കപ്ലിംഗ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണിത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 7. Based on superposition. Superposition theorem is not applicable for voltage calculation, bilateral elements, power calculation, and passive elements. See, superposition is applicable for voltage calculations അല്ലെ? വോൾട്ടേജും കറണ്ടും കാണാനൊക്കെ നമ്മൾ സൂപ്പർപൊസിഷൻ തിയറം യൂസ് ചെയ്യാറുണ്ട്. Is it applicable for bilateral elements? Bilateral elements means the best example of bilateral element is a resistor. Bilateral element is a resistor R. അതായത് വോൾട്ടേജ് നിങ്ങൾ ഏത് ഡയറക്ഷനിൽ കൊടുത്താലും the resistance R will behave in the same manner. അപ്പോൾ we know എന്ത് റെസിസ്റ്ററിൽ സൂപ്പർപൊസിഷൻ തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, വി ക്യാൻ അപ്ലൈ. പാസീവ് എലിമെന്റ്സ് അഗെയിൻ റെസിസ്റ്റർ ആണ് പാസീവ് എലിമെന്റ് അല്ലെ? പാസീവ് എലിമെന്റ്സിലും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. സൂപ്പർപൊസിഷൻ തിയറം ക്യാൻ ബി അപ്ലൈഡ്. പക്ഷേ
സൂപ്പർപൊസിഷൻ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് പവർ കാൽക്കുലേഷൻസിൽ. ഓക്കെ, പവർ കാൽക്കുലേഷൻസിൽ സൂപ്പർപൊസിഷൻ തിയറം കനോട്ട് ബി അപ്ലൈഡ്. വൈ? സി, there is a network and a resistor R is connected with the network. Okay, ഈ നെറ്റ്വർക്കിൽ ഒന്നിൽ കൂടുതൽ വോൾട്ടേജ് സോഴ്സുകൾ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ സൂപ്പർപൊസിഷൻ തിയറത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? അറ്റ് എ ടൈം ഓരോരോ വോൾട്ടേജ് സോഴ്സ് കൺസിഡർ ചെയ്തിട്ട് ഈ റെസിസ്റ്ററിന്റെ അക്രോസിലുള്ള വോൾട്ടേജ് ഓർ കറന്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ, നമ്മൾ സോഴ്സ് വൺ കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കറന്റ് അക്രോസ് റെസിസ്റ്റർ 2 ആംപിയർ ആണെന്ന് അസ്യൂം ചെയ്യാം. അതേപോലെ സെക്കൻഡ് സോഴ്സ് കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കറന്റ് 1 ആംപിയർ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇത് എന്താണ്? ഇറ്റ് ഈസ് ബൈ കൺസിഡറിങ് ഫസ്റ്റ് സോഴ്സ് ആൻഡ് സെക്കൻഡ് സോഴ്സ്. ഓക്കെ, ഐ വിൽ റൈറ്റ് ഹിയർ. ഇവിടെ ഫസ്റ്റ് സോഴ്സ് and here second source. So we know by superposition net current will be 2 minus 1 ampere in this direction. അല്ലേ? ഇതാണ് നെറ്റ് കറന്റ് I. പക്ഷെ ഇവിടെ പവർ കാൽക്കുലേഷൻസിൽ ഈ സൂപ്പർപൊസിഷൻ തിയറം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പവർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി I² R അല്ലേ? സോ ഇറ്റ് വിൽ ബി 2² R. സെക്കൻഡ് കേസിൽ പവർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 1² into R. സി, അപ്പോൾ നെറ്റ് പവർ എന്താണ് നമുക്ക് വരുന്നത്? 4R plus 1R that is equal to 5R ആണ് നമ്മളുടെ നെറ്റ് പവർ വരുന്നത്. ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? സി, ഒരു ഡയറക്ഷനിൽ കറണ്ട് നമ്മൾ പ്ലസ് അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് വിൽ ബി മൈനസ്. പക്ഷെ നമ്മൾ പവർ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കറണ്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്? വി ആർ സ്ക്വയറിങ് ഇറ്റ് അല്ലെ? നമ്മൾ കറണ്ടിനെ സ്ക്വയർ ചെയ്യുന്നുണ്ട്. സോ കറണ്ട് പ്ലസ് ആയാലും മൈനസ് ആയാലും സ്ക്വയർ ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബിക്കം ഇൻസിഗ്നിഫിക്കൻറ്റ്. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫോർ പവർ കാൽക്കുലേഷൻസ് യു ഷുഡ് നെവർ യൂസ് സൂപ്പർപൊസിഷൻ തിയറം. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ സി, പവർ കാൽക്കുലേഷൻസ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് question number 8. The energy required to move 120 coulomb charge through 3 volt is. See, this question is based on concept of voltage. എന്താണ് വോൾട്ടേജ്? വോൾട്ടേജ് എന്ന് വെച്ചാൽ വർക്ക് ഡൺ ബൈ യൂണിറ്റ് ചാർജ് അല്ലെ? അതാണ് വോൾട്ടേജ്. വർക്ക് ഡൺ ബൈ യൂണിറ്റ് ചാർജ്. ഒന്നും കൂടെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് വരെ ഒരു കൂളം ചാർജിനെ കൊണ്ടുവരാൻ നമുക്ക് എത്ര വർക്കാണോ ഓർ എത്ര എനർജി ആണോ വേണ്ടി വന്നത് ആ വാല്യൂ ആണ് വോൾട്ടേജ്. ഓക്കെ, സോ വോൾട്ടേജ് ഈസ് വർക്ക് ഡൺ ബൈ യൂണിറ്റ് ചാർജ്. വർക്ക് ഡൺ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സെയിം ആസ് എനർജി. സോ എനർജി വിൽ ബി എന്തായിരിക്കും? എനർജി വിൽ ബി വോൾട്ടേജ് ഇൻടു ചാർജ് അല്ലെ? So what is the voltage? Voltage is 3 volt, charge is 120. So energy will be 360 joule. So the correct answer will be 360 joule. Okay, so idana voltage and charge namala questionil given anengil how do you find out energy? So moving on to next question number 9. In a purely resistive circuit with sinusoidal input waveform, the average power P average is dash times the peak power P maximum. See, എന്താണ് ചോദ്യം? There is a purely resistive circuit അല്ലെ? Purely resistive circuit with sinusoidal input waveform. Input എന്താണ്? It is perfect sinusoidal അല്ലെ? B is sinusoidal. അപ്പോൾ ആവറേജ് പവറും പീക്ക് പവറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ചോദിക്കുന്നത്. You will see what is average power. See, the voltage across resistor, it is sinusoidal അല്ലെ? So it will be something like this. ഇതാണ് B, voltage B. How will be
കറണ്ട് ഐ, ഇതൊരു റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആണ് അല്ലേ? അപ്പോൾ വോൾട്ടേജും കറണ്ടും ദാറ്റ് വിൽ ബി ഇൻ ഫേസ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, ഇറ്റ് വിൽ ബി ഇൻ ഫേസ് വിത്ത് ഈച്ച് അതർ. സോ വി ഗോട്ട് ദ പ്ലോട്ട് ഓഫ് വി ആൻഡ് ഐ. അപ്പോൾ എങ്ങനെ ആയിരിക്കും ദ പ്ലോട്ട് ഓഫ് പവർ പി? ഇവിടെ ഞാൻ വരയ്ക്കുന്നത് പവർ പിന്റെ പ്ലോട്ടാണ്. സി, ഈ ഒരു ഏരിയയിൽ വിയും പോസിറ്റീവാണ്, ഐയും പോസിറ്റീവാണ് അല്ലേ? സോ പവർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഓൾസോ പോസിറ്റീവ്. ഇവിടെയോ വി നെഗറ്റീവ് ആൻഡ് ഐ ഓൾസോ നെഗറ്റീവ്. സോ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇറ്റ് വിൽ ബിക്കം പോസിറ്റീവ്. സോ പവർ നോക്കുകയാണെങ്കിൽ പവർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. പവറിന്റെ വാല്യൂ, ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ് വാല്യൂ, ബട്ട് യു ക്യാൻ സി പവർ ഈസ് ഓൾവേസ് പോസിറ്റീവ് അല്ലെ? എപ്പോഴും പവർ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലോട്ടിന്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പി ആവറേജ്, ഓർ ഇൻ കോമൺ ടേംസ് പി ആവറേജ് ഈസ് കോൾഡ് ആക്റ്റീവ് പവർ. ഓക്കെ, സോ എന്താണ് പി ആവറേജ്? പി ആവറേജ് വി നോ ഇറ്റ് ഈസ് വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ്. എന്താണ് ചോദ്യം? ചോദ്യം ഈസ് റേഷ്യോ ബിറ്റ്വീൻ പി ആവറേജ് ആൻഡ് പി മാക്സിമം. പി ആവറേജ് ബൈ പി മാക്സിമം. എന്താണ് പി ആവറേജ്? ഇറ്റ് ഈസ് വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ബൈ പി മാക്സിമം. മാക്സിമം പവർ മീൻസ് വി പീക്ക് ഇൻറ്റു ഐ പീക്ക്, രണ്ടിൻ്റെയും പീക്ക് വാല്യൂ. ആൻഡ് വി നോ ആർ എം എസ് ഈസ് പീക്ക് ബൈ റൂട്ട് 2 അല്ലേ? വി പീക്ക് ബൈ റൂട്ട് 2. Again IRMS is I peak by root 2. So ഇവിടെ maximum value will get cancelled, and what you will get answer 1 by root 2 into root 2, that is 1 by 2. അതായത് half അല്ലേ? So you can say in a purely resistive network active power is half of maximum power. So ഇവിടെ answer എന്തായിരിക്കും? It is half, 1/2 of maximum power. Okay, so let's move on to question number 10. Question number 10 is from three-phase circuits. എന്താണ് ചോദ്യം? A balanced star connected load is supplied from a balanced three-phase 400 volt system. So there is a balanced star connected load. Okay, with a balanced three-phase 400 volt system, this voltage is given as 400 volt. If the current in each phase is 15 ampere, current in each phase is 15 ampere, and lags the phase voltage by 30 degree, the total power കാണാനാണ് ചോദ്യം. So we know power P in a three-phase circuit is root 3 VL IL cos phi, or 3 V phase I phase cos phi. Okay, power can be found out by any of the two equations. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, പവർ ഈസ് ഈക്വൽ ടു റൂട്ട് 3 VL IL cos phi. VL എന്ന് വെച്ചാൽ ലൈൻ വോൾട്ടേജ് അല്ലേ? ഇവിടെ എത്രയാണ് ലൈൻ വോൾട്ടേജ്? ലൈൻ വോൾട്ടേജ് ഇസ് 400 വോൾട്ട്. 400 വോൾട്ട്. നെക്സ്റ്റ് IL എന്ന് വെച്ചാൽ ലൈൻ കറണ്ട്. വി നോ ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ആണെങ്കിൽ ലൈൻ കറണ്ട് വിൽ ബി സെയിം ആസ് ഫേസ് കറണ്ട്. ഇവിടെ അതിന്റെ വാല്യൂ ഈസ് 15 ആംപിയർ. ആൻഡ് കോസ് ഫൈ ഈസ് 30 ഡിഗ്രി. സോ ഇറ്റ് വിൽ ബി കോസ് 30 ഡിഗ്രി. സോ റൂട്ട് 3 into 400 into 15 into cos 30. Cos 30 is root 3 by. അപ്പോൾ ഇത് സോൾവ് ചെയ്ത റൂട്ട് 3 into root 3 3 into 400 by 2 200 into 50. So 200 into
200 into 45. So 9,000 watt. 9,000 watt or 9 kilowatts. So the answer is 9 kilowatts. Okay. അപ്പൊ സ്റ്റാർ ആൻഡ് ഡെൽറ്റയിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള വേരിയേഷൻസ് ഒക്കെ ഓർത്തു വെക്കുക. ദ ഇക്വേഷൻ ഓഫ് പവർ is same for both star and delta. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് 10 ചോദ്യങ്ങൾ നമ്മൾ we have discussed it. So in the coming classes we will discuss from the remaining modules. Okay then, thank you so much.